ഹലോ, ഇവിടെ എല്ലാ ദിവസം ഉണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോ എടുക്കണ്ടിട്ട് എന്തൊക്കെയുണ്ടാ ലൂപിക്ക് ചെയ്ത് തണ്ണിമത്തൻ, പഴംപൊരി, ചായയുമുണ്ട്. അതൊരു മണി 3 ചായ എടുത്തു. പഠിക്കണില്ല. ഞാൻ ടീച്ചർ എൻ്റെ സ്കൂളിൽ വരുന്നുണ്ടോ? അവിടെ വെച്ചെടുക്കാം. കുഞ്ഞേച്ചിയുടെ സ്കൂളിലാ, എൻ്റെ സ്കൂളിൽ വാ, ഞാൻ പഠിപ്പിക്കാം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ടു കൊച്ചരിക്കിലെ നല്ല മനോഹരമായ ഗുഹ കണ്ടു, കുറേ ബിഗോണിയ പ്ലാന്റ്സ് കണ്ടു. അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു മെസ്സേജ് വന്നു, ഒരാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ അയാളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാനപ്പോൾ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ ഒന്ന് ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെ ചുറ്റുപാട് ഉള്ള കുട്ടികളാണെന്ന് പറഞ്ഞു. അവരവിടെ ചായ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ചായ വാങ്ങി, പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ചു. ആ കുട്ടികളോട് ചായ കുടിച്ചൊന്നൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ മെസ്സേജ് വന്നത്. അത് മറ്റാരുമല്ല, എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന എനിക്ക് പ്രിയപ്പെട്ടൊരു കൊച്ചനുജത്തിയാണ്. അന്ന എന്നാണ് പേര്. ഇവിടെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറയും, കുറേ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടായി കുറച്ച് ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു ലൊക്കേഷൻ അയച്ചു തന്നു, ചേച്ചി ഇവിടെ ഒന്ന് വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ കാരണമായത്. അന്ന കാരണമാണ് ഞാൻ ഈ ഒരു പ്ലേസ് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയോ ഗിഫ്റ്റുകൾ എനിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. എന്താണെന്നൊന്നും എനിക്ക് രൂപമില്ല. എന്തായാലും പ്ലാൻസ് എന്തെങ്കിലും ആയിരിക്കും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അന്നയും എൻ്റെ അടുത്ത് കുറച്ച് പ്ലാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ വന്നത്. 1-2 ബിഗോണിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന എനിക്ക് ആ സമ്മാനം കൊണ്ട് തന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താ പറയുക, ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മധുചേട്ടൻ പറഞ്ഞു അത് വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഫുൾ ഓപ്പൺ ആക്കിയത്. അപ്പോൾ എനിക്കിത് എന്താണെന്ന് വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, പ്ലാന്റ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല വിശദമായിട്ടൊക്കെ ഓരോ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്ന ഒരു യൂട്യൂബർ കൂടിയാണ് കേട്ടോ. ഒരുപാട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് നമുക്ക് തോന്നിയില്ല സംസാരം കേട്ട് കഴിഞ്ഞാൽ. എനിക്ക് കുറേ ഉപദേശങ്ങൾ തരുന്ന ഒരാളുകൂടിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിരുന്നു. നമുക്കറിയാമല്ലോ, പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ക്ലോസ് ആവും. ചില ആൾക്കാരായിട്ട് നമ്മൾ പെട്ടെന്ന് ക്ലോസ് ആവും. എനിക്ക് അങ്ങനെ ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സിനെ ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ ബിസിനസ്സിൽ കൂടി കിട്ടിയിട്ടുണ്ട്. എന്നും ചാറ്റ് ചെയ്യുന്നവരുണ്ട്, കുറേ ചേച്ചിമാരുണ്ട്, കുറേ അമ്മമാരുണ്ട് കേട്ടോ. അതെടുത്ത് പറയണം. എനിക്ക് ഈ ചെറിയ കുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ എൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 70-75 അത്രയും പ്രായമായ അമ്മമാർ വരെ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. അഭിമാനത്തോടു കൂടി തന്നെ പറയാം. അത്രയും പേര് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, നീതുവിനെ കാണണമെന്ന് അറിയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് ഗിഫ്റ്റുകൾ എനിക്ക് തരാറുണ്ട്. അതെല്ലാം എനിക്ക് എപ്പോഴും വീഡിയോ എടുത്ത് അങ്ങനെ വെക്കാൻ പറ്റാറില്ല. എല്ലാവരുടെ അടുത്തും എനിക്ക് എത്തിപ്പെടാനും സാധിക്കാറില്ല കേട്ടോ. അത് ഭയങ്കര നിരാശയുണ്ട് അതിൽ. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും എത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ തിരക്കുകൊണ്ട് നമുക്ക് സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി നേരെ അന്ന തന്ന പ്ലാന്റ്സൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് അതിൽ. മെയിനായിട്ട് പറയാനാണെങ്കിൽ കലാത്തിയ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് കലാത്തിയ പ്ലാന്റ്സ് ഇല്ല സത്യം പറഞ്ഞാൽ. വില കൂടിയ പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറില്ലല്ലോ, നിങ്ങൾക്കറിയാം, ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് എനിക്ക് അന്ന തന്ന പ്ലാന്റ്സ്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു. കലാത്തിയ ഉണ്ട്, ബിഗോണിയ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടായി കേട്ടോ. ചിലതിങ്ങനെ കപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നല്ല പേപ്പറിലൊക്കെ നല്ലോണം റോൾ ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ വീട് വരെ എത്തിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല വില കൂടിയ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ചെറിയ തൈയാണെങ്കിൽ പോലും നല്ല വിലയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇത് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്നയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ആർക്കായാലും ഇത്ര വില കൂടിയ പ്ലാന്റ്സ് ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അന്ന പറഞ്ഞു എന്തായാലും ഞാൻ ചേച്ചിക്ക് തരും. ഓരോ പ്ലാന്റ്സിൻ്റെ പേരുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതുപോലെ തന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡും മോനൊക്കെ ഭയങ്കര ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ എന്നെ അന്വേഷിച്ച് ആരെങ്കിലുമൊക്കെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 4 ആളും നമ്മളെ അറിയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതിന് എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും അതിന് മതിയാവില്ല. അപ്പോൾ നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഞാൻ ഓരോ പോട്ട്സിൽ നല്ല വൃത്തിയിൽ നടും. അപ്പോൾ അതാണ് നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത്.
ഫ്രഷ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തന്നെ നടന്നാണ്. ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതൊക്കെ ഞാൻ ഇതുവരെ നട്ടിട്ട് പിടിക്കാത്ത പ്ലാന്റാണ്. നമുക്ക് വെച്ച് നോക്കാം പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ നട്ട് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സും പിടിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ഇതിൽ പല പ്ലാന്റ്സിൻ്റെ പേര് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അന്നെ ഇങ്ങനെ ഓരോ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഗൂഗിൾ ലെൻസൊക്കെ വെച്ച് നോക്കിയിട്ട് പ്ലാന്റ്സിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചു. ചിലതൊക്കെ എനിക്കറിയില്ല. ഇതൊക്കെ അലോക്കേഷ്യ വെറൈറ്റി ആണെന്ന് അറിയാം. ഇത് മിനിയേച്ചർ ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ. മറ്റേത് വലുതാവുന്നത് അതിൻ്റെ ഇലകൾക്ക് ഇത്തിരി കൂടി വലിപ്പം ഉണ്ടാവില്ല. ഇനി തൈ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു സ്പീഡ് പോസ്റ്റ്, ഒരു കൊറിയർ കൂടി എനിക്ക് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷം കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുകയാണ്. ഒരു വീഡിയോ ഞാൻ നഴ്സറി വിസിറ്റിൻ്റെ എൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ പ്ലാന്റ്സൊക്കെ എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു കേട്ടോ എൻ്റെ വാട്സപ്പിൽ. ആ മെസ്സേജ് വിട്ടത് അശ്വനി എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി എനിക്ക് അയച്ചതാണ് ഈ പ്ലാന്റ്സ്. അപ്പോൾ ചേച്ചിയുടെ അടുത്തില്ലാത്ത പ്ലാന്റ്സ് തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരുപാട് പേര് എനിക്ക് പ്ലാന്റ്സ് അയച്ചിട്ടുണ്ട്. എന്നാലും ഇത് മറ്റുള്ളവരായിട്ടൊക്കെ ഞാൻ കുറച്ച് ചാറ്റ് ചെയ്ത് ക്ലോസ് ആയ ആൾക്കാരാണ്. ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ അധികം ചാറ്റൊന്നും ചെയ്തിട്ടില്ല. ആ കുട്ടി അപ്പോൾ എത്ര നല്ലൊരു മനസ്സായിരിക്കും ആ കൊച്ചിൻ്റെ. ഞാനതാണ് ഓർക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു ഇപ്പോഴും എൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇടറുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. ആ ഒരു കണ്ട സന്തോഷവും ആ കുട്ടിയുടെ മനസ്സും ഞാൻ ആലോചിച്ച് പോകാൻ കേട്ടോ. കണ്ടോ ഈ പ്ലാന്റ്സൊക്കെ ഞാൻ ആ സമയത്ത് വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച പ്ലാന്റ്സാണ്. അതെല്ലാം എനിക്ക് കിട്ടി. ആ കുട്ടി ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. 4 ദിവസം എടുത്തു കൊറിയർ വീട്ടിലെത്താനായിട്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതിൽ. പ്ലാന്റ്സ് കിട്ടിയാലല്ല, അങ്ങനെ ഒരാൾ നമുക്ക് ഇങ്ങനെ ഇത്രയും വിലയുള്ള പ്ലാന്റ്സ് ഇങ്ങനെ ഫ്രീ ആയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. അശ്വിനി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചേച്ചി എനിക്ക് പാക്ക് ചെയ്യാനൊന്നും അറിയില്ല, അപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അയക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് ഉണ്ടോ, പേപ്പറൊക്കെ ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അത് ഫുൾ അതായിരുന്നു. എല്ലാം ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ മോന് ഇവിടെ കളിക്കാനൊരു സാധനമായി. അപ്പോൾ അങ്ങനെയായിരുന്നു ഇവിടെ ഫുള്ള്. എന്നിട്ട് നല്ല ഭംഗിയിൽ എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ ഒരു കേട് വരാത്ത രീതിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കലാത്തിയൊക്കെ നോക്ക്, ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. കാരണം അത്ര റേറ്റ് ഉണ്ട് ഈ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് സ്വർഗം കിട്ടിയ പോലെ കേട്ടോ. ഒരു പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് പ്ലാന്റ്സ് അങ്ങനെ കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ നോർമൽ ടൈപ്പ് കുറച്ച് പ്ലാന്റ്സ്, അഗ്ലോണിമ അങ്ങനെ വേറെ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ അടുത്ത്, ഈ ഒരു അഗ്ലോണിമ എൻ്റെ അടുത്ത് ഉള്ളതാണ്, അതുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ സെപ്പറേറ്റ് വേറൊരു നല്ലൊരു പോട്ടിലായിട്ട് എടുത്ത് വെച്ചു. ലിപ്സ്റ്റിക് അഗ്ലോണിമ അതുണ്ടായിരുന്നു കേട്ടോ, അതും കിട്ടി. പിന്നെ അതുപോലെ നേരത്തെ കാണിച്ച അഗ്ലോണിമ തന്നെയാണോ എന്നറിയില്ല, ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റ് അത് 2 ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓർക്കിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ നട്ടു വെച്ചു. ജസ്റ്റ് ഇപ്പം അങ്ങ് നട്ടുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെയാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ നട്ട് വെച്ചിട്ടുള്ളൂ, നനച്ചിട്ടില്ല. നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നനക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ അങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നല്ല ഹാപ്പിയുമാണ് നല്ല പ്ലാന്റ്സ് ഒക്കെ കിട്ടിയതിൽ. അപ്പോൾ ഞാൻ വലിയ പോട്ടിലാണ് വെച്ചത്, കാരണം ഇത് അത്യാവശ്യം വലിയ പ്ലാന്റാണ്. അപ്പോൾ ഇത് വേഗം പിടിക്കും, അതുപോലെ തൈകളും വേഗം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വലിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ സൗകര്യമാണ്. പിന്നീട് അതിൻ്റെ ബേബി പ്ലാന്റ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സൗകര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ചീത്ത ഇലകളുണ്ടല്ലോ, മഞ്ഞ കളറിലെ ഇലകളൊക്കെ നമുക്ക് മുറിച്ച് കളയാം. എന്നിട്ടാണ് ഞാൻ നടുന്നത്. ഈ പ്ലാന്റിന് കുറച്ച് അത്യാവശ്യം മഞ്ഞ ഇലകളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മുറിച്ചു എന്നിട്ടാണ് നട്ടത്. പ്ലാന്റ് പെട്ടെന്ന് പിടിക്കും കേട്ടോ, കാരണം നല്ലോണം വേരും ഉണ്ടായിരുന്നു. അടിയിലൊരു കിഴങ്ങ് പോലെ ഉണ്ട് അതിൻ്റെ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇനിയിപ്പോൾ ഇലകളെല്ലാം പോയാലും പോലും അത് പിടിച്ച് കിട്ടിക്കോളും. നമ്മൾ നനയ്ക്കാൻ പോകുന്നുള്ളൂ. നനച്ച് കഴിയുമ്പോഴേക്കും ആൾക്കാർ ഒന്നും കൂടി ഉഷാറായിട്ട് നിന്നോളൂ കേട്ടോ. പിന്നെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ചെറിയ പോട്ടിലാക്കിയിട്ട് മുകളിലും വെച്ചായിരുന്നു. അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മുകളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 3 ടൈപ്പ് കലാത്തിയ കിട്ടി കേട്ടോ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കലാത്തിയ ഞാൻ ഒട്ടും എന്താ പറയുക, സ്വപ്നം പോലും കാണാത്തൊരു പ്ലാന്റ് നമുക്കിങ്ങനെ വെറുതെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം. പിന്നെ ബിഗോണിയ പ്ലാന്റ്സും കിട്ടി. അപ്പോൾ അതിലൊക്കെ സന്തോഷമാണ്. ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ അന്ന തന്നു. പിന്നെ ഈ ഒരു വെറൈറ്റി ഇപ്പോൾ അശ്വനിക തന്നു. അപ്പോൾ നമുക്ക് 3 കലാത്തിയ പ്ലാന്റ്, എൻ്റെ അടുത്ത് വേറെ ഒന്നും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കലാത്തിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്വന്തമായിട്ടുണ്ട്. ഇലകളൊക്കെ ഞാൻ മുറിച്ച് കളയാം കേട്ടോ. എന്നിട്ട് അത് പിടിച്ച് വന്നോളും, ശരിയായിട്ട് വന്നോളും. ഇപ്പം നമ്മൾ ജസ്റ്റ് നട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ എന്താ പറയുക, പാക്കിങ്ങിലൊക്കെ ഉണ്ടായ ആ ഒരു ഇതുകൊണ്ടാണ് അതങ്ങനെ ഇത്തിരി വാടിയിരിക്കുന്നത്. പക്ഷെ അത് റെഡി ആയിക്കോളും ആ പ്ലാന്റ്.
പിന്നെ ഒരു ചെറിയ ഓർക്കിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓർക്കിഡിൻ്റെ ഒപ്പം തന്നെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡാൻസിങ് ഗേൾ ടൈപ്പാണ്. അപ്പോൾ കറക്റ്റ് യെല്ലോ പൂ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഓർക്കിഡിൽ ഞാൻ എടുത്ത് വെച്ചു. അടുത്തതായിട്ട് കുറച്ച് കണ്ണാടി ചെടികളാണ്. ഇതെനിക്ക് അയച്ചു തന്നത് റോഹിത എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അതുകൂടി പറഞ്ഞേക്കട്ടെ. റോഹിത അയച്ചു തന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇത് 6 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലെത്തിയത്. സ്പീഡ് പോസ്റ്റ് കുറച്ചൊന്ന് കറങ്ങിയായിരുന്നു. എന്നെ ഒന്ന് വട്ടം കറക്കിയിട്ടാണ് ആളെൻ്റെ കയ്യിൽ വന്നത്. പക്ഷെ നല്ല പ്ലാന്റ്സ് ആയിരുന്നു. പാക്കിങ് നല്ലതായിരുന്നു. കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് നനച്ചിട്ടൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് എല്ലാം എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോളും കണ്ണാടി ചെടിയിൽ. പിന്നെ അതുപോലെ തന്നെ ജിഷ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുട്ടി കേട്ടോ, അതും എനിക്ക് അയച്ചു തന്നായിരുന്നു പ്ലാൻസ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് പ്ലാൻസ് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ സന്തോഷത്തോടെ ഈ നിമിഷം ഓർക്കുന്നു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.